നമുക്കിന്ന് റെസിഡ്യൂൽ കറണ്ട് ഡിവൈസസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് ലീക്കേജ് ആയിട്ട് പോകുന്ന കറണ്ടിനാണ് റെസിഡ്യൂൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കറണ്ട് ലീക്കായി കഴിഞ്ഞ് നമ്മുടെ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റോ ഏതെങ്കിലും ഒരു മോട്ടറോ അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി ഏതുമാവട്ടെ, അപ്പോൾ അതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് കേബിൾ ആയിക്കോട്ടെ, അപ്പോൾ അതിൽ കൂടെ ലീക്കാവുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഉത്തരമാണ് റെസിഡ്യൂൽ കറണ്ട് ഡിവൈസസ് വയ്ക്കുക. അതായത് നമ്മൾ സുപരിചിതമായ പേരെന്ന് പറഞ്ഞാൽ പലരും ELCB എന്നാണ് വിളിക്കുന്നത്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഹയർ വെർഷനായിട്ടുള്ള RCCB റെസിഡ്യൂൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറണ്ടിൻ്റെ പ്രസക്തി, ലീക്കേജ് വരുന്ന കറണ്ടിൻ്റെ തോതനുസരിച്ച് നമുക്ക് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് ഈ ഒരു ചെറിയൊരു ലിസ്റ്റിൽ കാണുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് അതിൻ്റെ കാണാം. 0.5 മില്ലി ആംബിയർ, അതായത് ഒരു ആംബിയർ പോലും ഇല്ല. മില്ലി എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 1000, 0.5 ഡിവൈഡ് ബൈ 1000, അപ്പോൾ 0.005 ആംബിയർ അത്രേ ഉള്ളൂ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും വരില്ല. അതായത് 5 മില്ലി ആംബിയർ, 0.5 മില്ലി ആംബിയർ വരെ കടന്നാൽ വലിയ റിയാക്ഷൻ ഉണ്ടാവില്ല. എന്നാൽ ഒരു 5 മില്ലിയൊക്കെ ആംബിയർ ആ റേഞ്ചൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു എഫക്റ്റ് അടി കിട്ടിയ പോലെ തോന്നും. നമുക്കൊരു സ്റ്റാർട്ടിലാവുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു നെട്ടൽ സംഭവിക്കുന്ന പോലെ ഉണ്ടാവും. പെട്ടെന്ന് ആ നെട്ടൽ വഴി നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് ഷോക്ക് അടിച്ച് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ നിന്ന് ഒരു ലൈറ്റോ അല്ലെ എന്തെങ്കിലും ഒരു ഫ്ലഡ് ലൈറ്റ് പിടിപ്പിക്കാമെന്ന് കരുതുക. നമ്മുടെ ലൈഫിലൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്, എനിക്കൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരു ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തെറിച്ച് വീഴാൻ പോകും. പിന്നെ എന്തോ ഭാഗ്യത്തിനോടെ പിടികിട്ടുന്നതുകൊണ്ട് നമുക്കൊന്നും പറ്റാതെ രക്ഷപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി അതിൽ കാണാം. അപ്പോൾ അതാണ് 5 മില്ലി ആംബിയർ റേഞ്ച് വരെ ഉള്ളതിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. 5 to 10 ഏകദേശം മുന്നേ പറഞ്ഞ 5 മില്ലി ആംബിയറിൻ്റെ റേഞ്ചിലുള്ള സാധനം വരുന്നത്. പക്ഷേ കുറച്ചും കൂടി നമ്മുടെ മസിൽസിൽ കൂടെ കയറി പോകുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് വിടിയിപ്പിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും അതിൽ കാണാം. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഇസ്തിരിപ്പെട്ടി എന്നാണ് ഇരിക്കുക, നമ്മുടെ ആ പെട്ടി നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ വീണ്ടും ഷോക്ക് അടിയിലേക്ക് എത്തുന്ന പോലെ വരുന്ന കാണാം. ജനറലി ഫീമെയിൽ ബോഡിയാണ് ഈ ഷോക്കുകൾക്ക് മെയിൽ ബോഡിയേക്കാളും കൂടുതൽ ഡ്യൂ ടു സം ജനറ്റിക് റീസൺസ് കാരണം എന്നാണ് ഇതിൽ പറയുന്നത്. കറണ്ട് ആ ലീക്കേജ് കറണ്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്ക് അതിൽ നിന്ന് ഊരെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും. 10 മില്ലി ആംബിയറിൻ്റെ വരെയുള്ള കറണ്ടിൻ്റെ കേസ് അങ്ങനെയാണ്. പിന്നെ 10 മില്ലി മുതൽ 40 മില്ലി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി വേദന എടുക്കുകയും ഷോക്ക് അടിച്ചു എന്നുള്ള ആ ശരിക്ക് ഒരു കറണ്ടിൻ്റെ ഒരു തോത് കൂടുന്നതനുസരിച്ച് നല്ല രീതിയിൽ ഷോക്ക് നമുക്ക് ഫീല് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. 20 മില്ലി ആംബിയർ മുകളിൽ വരുന്നൊരു കറണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ശ്വാസം മുട്ടൽ പോലത്തെ ഇഷ്യൂസും വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്കിപ്പായി പോകും. അപ്പോൾ ചില ഹാർട്ട് പേഷ്യൻസ് പോലുള്ള ആൾക്കാർക്ക് കാർഡിയാക് അറസ്റ്റ് പോലത്തെ കേസുകൾ വരാനുള്ള സാധ്യതകളുണ്ട് ഈ ഹൈ വാല്യൂസ് 20 മുകളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. 40 മില്ലി ആംബിയർ 250 വരെയാണ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം തിരിച്ച് നികത്താൻ പറ്റാത്ത രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വരാനുള്ള സാധ്യത അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ റേറ്റ് എല്ലാം മാറിപ്പോകുന്നു, അതിന് തിരിച്ച് പഴയപടി ആക്കാൻ പറ്റാത്തൊരവസ്ഥ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയാം. അതിൻ്റെ അകത്ത് മരവിച്ചു പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ ആ ഒരു തോതും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയം നമ്മുടെ ഓരോ മില്ലി സെക്കൻഡും നമുക്ക് വാല്യുബിളാണ്. നമുക്ക് അതിൻ്റെ തോത് കൂടുന്നതും സമയം കൂടുന്നതും നമുക്ക് പ്രശ്നമാണ്. പിന്നെ ഹെവി ബേൺസ് ആൻഡ് കാർഡിയക് അറസ്റ്റാണ് ഇവിടുത്തെ ഏറ്റവും ഫൈനൽ സ്റ്റേജ്. അതായത് നല്ല രീതിയിൽ നമ്മൾ ഷോക്കടിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ബേണായി പോകുന്നതും കാർഡിയക് അറസ്റ്റും സംഭവിക്കാം, ഹൃദയാഘാതം സംഭവിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ റെസിഡ്യൂൽ കറണ്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സാണ് അതിൽ കാണുന്നത്. ആ ഒരു വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്ന RCCB ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്, റെസിഡ്യൂൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. പിന്നെ RCBO എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വേണ്ടിയുള്ള MCBയും കൂടി രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നൊരു സാധനമാണ്. അപ്പോൾ അതിൽ റെസിഡ്യൂൽ കറണ്ട് ഓപ്പറേറ്റഡ് സർക്യൂട്ട് ബ്രേക്കർ വിത്ത് ഇൻ്റർവൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ, ഓവർ കറണ്ടിനുള്ള പ്രൊട്ടക്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. RCCBയിൽ വിത്തൗട്ട് ഓവർ കറണ്ട് പ്രൊട്ടക്ഷനാണ്, കൂടുതൽ കറണ്ട് എന്നുള്ള പ്രൊട്ടക്ഷൻ ഇല്ല.
പിന്നെ SRCD എന്നുണ്ട്, സോക്കറ്റ് ഔട്ട്ലെറ്റ് ഇൻകോപ്പറേറ്റിംഗ് റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസാണ്. അതായത് ഒരു സോക്കറ്റ്, ഒരു പ്ലഗ് പോലത്തെ അതിന് പ്ലഗ് സോക്കറ്റിൽ റെസിഡ്യൂവൽ കറണ്ട് അതിന് വേണ്ടി മാത്രമായിട്ടുള്ള പ്രൊട്ടക്ഷൻ. പിന്നെ FCU/RCD വരുന്നുണ്ട്, അത് ഫ്യൂസ് കണക്ഷൻ യൂണിറ്റ് ഇൻകോപ്പറേറ്റിംഗ് റെസിഡ്യൂവൽ കറണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സാധനമാണ്. ഒരു ഫ്യൂസും കൂടി അതിൻ്റെ അകത്ത് ഓവർ കറണ്ടിന് വേണ്ടിയുള്ള വരുന്നുണ്ട്. പിന്നെ സർക്യൂട്ട് ബ്രേക്കർ വിത്ത് ഓവർ കറണ്ട് പ്രൊട്ടക്ഷനാണ്, റെസിഡ്യൂവൽ കറണ്ട് പ്രൊട്ടക്ഷനാണ് CBR വരുന്നത്. പിന്നെ ICPD വരുന്നുണ്ട്, കേബിളിൻ്റെ അകത്ത് കേബിൾ കൺട്രോൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഫോർ മോട്ടർ ചാർജിങ് പറഞ്ഞ EV ചാർജിങ്ങിലൊക്കെ ICCPD ആണ് യൂസ് ചെയ്യുന്നത്. MRCD എന്ന് പറഞ്ഞാൽ മോഡ്യുലർ റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ്, മോഡ്യൂളായിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ, പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാം RCD റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസസിൽ പെടുന്ന സാധനങ്ങളാണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ പർപ്പസിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ വേറെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിത് പല സർക്യൂട്ടുകൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ് പല ഘട്ടങ്ങളിലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതിന് ഇൻറ്റൻഷനലായിട്ടൊരു ടൈം ഡിലേ ഇല്ല. അത് ഇതിൽ എന്തെങ്കിലും ലീക്കേജ് കറണ്ട് വരുന്ന അപ്പോൾ ട്രിപ്പ് ചെയ്യും. അപ്പോൾ അത് എന്താ പറയുക, മോട്ടർ ഇപ്പോൾ സഡൻലി സ്റ്റാർട്ടാകുമ്പോൾ അത് ചിലപ്പോൾ ലീക്കേജ് കറണ്ടായിട്ട് തെറ്റിദ്ധരിച്ച് അങ്ങനെയൊക്കെ ട്രിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പക്ഷം ചില ഹെൽത്തി സർക്യൂട്ടുകളും ട്രിപ്പാകുന്നൊരു സാധ്യത മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ടൈം ഡിലേ അതായത് സെലക്ടിവിറ്റി എന്ന് പറഞ്ഞ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വരുമ്പോൾ ക്ലോസ് ചെയ്യണം, ഏത് വരുമ്പോൾ ക്ലോസ് ചെയ്യേണ്ട എന്നുള്ളതാണ് സെലക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് ലീക്കേജ് കറണ്ടാണോ അല്ലേ എന്നുള്ള ഒരു കാര്യം നോക്കിയിട്ട് ചെയ്യണം എന്നാണ് സെലക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചില ടൈം ഡിലേ ചെയ്യുന്ന രീതിയിലുള്ള ചില റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യും. അപ്പോൾ സെലക്ടിവിറ്റി അതുകൊണ്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ സെലക്ടിവിറ്റി സർക്യൂട്ട്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടൈപ്പ് AC, ടൈപ്പ് A, ടൈപ്പ് F ആൻഡ് ടൈപ്പ് B എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം ഡിലേയും അത് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള ട്രിപ്പിംഗ് ഒഴിവാക്കിക്കൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടൈപ്പ് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈനോസോഡിയൽ ആയിട്ടുള്ള റെസിഡ്യൂവൽ കറണ്ട് വരുമ്പോഴാണ് അത് സ്മൂത്തായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ ട്രിപ്പാകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ടൈപ്പ് AC ഇതിൽ വരുന്ന. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സിമ്പൽ കാണാം. അതുകൂടാതെ ടൈപ്പ് Aയിൽ AC സൈനോസോയിഡിന് മാത്രമല്ലാണ്ട് DC പെട്ടെന്ന് പൾസൊക്കെ വന്നാലും DC ടൈപ്പ് പൾസ് വന്നാലും ട്രിപ്പാവുന്നതിനാണ് ടൈപ്പ് A വരുന്നത്. അതിൻ്റെ സിമ്പിൾ ഇങ്ങനെ ആയിരിക്കും. ടൈപ്പ് Fൻ്റെ അകത്ത് ടൈപ്പ് Aയുടെ സാധനം തന്നെ ഉണ്ട്. പ്ലസ് അഡീഷണലി അതിൽ ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് വരുന്ന അല്ലെങ്കിൽ ഭയങ്കര സ്ലോലി ആയിട്ടുള്ള കറണ്ട് വരുവാണെന്ന് കരുതുക. ലീക്കേജ് കറണ്ട് ഫേസ് ന്യൂട്രൽ തമ്മിലുള്ള അല്ലെങ്കിൽ ഫേസ് എർത്തും തമ്മിലുള്ള രീതിയിൽ വരുവാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ട്രിപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് AC-ക്കും DC പൾസിനും പിന്നെ അതുകൂടാതെ പെട്ടെന്ന് സ്ലോലി റൈസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫേസ് ന്യൂട്രലോ ഫേസ് എർത്തും തമ്മിലുള്ള കറണ്ട് നോക്കിയിട്ടും ട്രിപ്പാക്കാനുള്ള സെറ്റപ്പ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സിമ്പിൾസ് ഇങ്ങനെ സർക്യൂട്ട് ബ്രേക്കറിൽ ഇതേപോലെ സിമ്പിൾ ഉണ്ടാവും. ഇനി RCD ടൈപ്പ് Bയുടെ അകത്ത് ടൈപ്പ് F പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ സാധനം വരുന്നുണ്ട്. റെസിഡ്യൂവൽ കറണ്ട് 1 kHz റേഞ്ചിലുള്ള ഫ്രീക്വൻസിയിലുള്ള റെസിഡ്യൂവൽ കറണ്ട് വരുമ്പോൾ ട്രിപ്പാവാനുള്ളതും, സ്മൂത്ത് ഡയറക്റ്റായിട്ടുള്ള കറണ്ടിൻ്റെ കൂടെ മിക്സായിട്ട് തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലും നമുക്ക് ചില ഹയർ ഇൻഡസ്ട്രിയൽ വർക്കിലൊക്കെ പല രീതിയിൽ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറി കടന്നു വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറുത്ത് വേണ്ടിയുള്ള ടൈപ്പുള്ളത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്തി ആണെങ്കിൽ പോലും ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും. പൾസേറ്റിംഗ് ആയിട്ട് ഡയറക്റ്റ് കറണ്ടൊക്കെ വരും. ഇപ്പോൾ നമ്മൾ പല കൺവെർട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചാർജറിൻ്റെയൊക്കെ എക്സാമ്പിൾ അവർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ മോസ്റ്റ്ലി EV ചാർജറിൻ്റെ അകത്ത് മോസ്റ്റ്ലി കൺവെർട്ടേഴ്സ് പോലത്തെ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ട്രിപ്പിംഗ് ചുമ്മാ ട്രിപ്പാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനത്തെ
സ്പെസിഫിക് ആയിട്ടുള്ള സാധനം യൂസ് ചെയ്തു. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് റെസിഡ്യൂവൽ പൾസേറ്റിംഗ് റെക്ടിഫൈഡ് ഡയറക്റ്റ് കറണ്ട് റിച്ച് റിസൾട്ട് ഫ്രം 2 or more phases. അപ്പോൾ ഈ റെക്ടിഫൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാർജറിൽ വരുന്നതാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. നമ്മുടെ AC DC ആക്കുന്ന പ്രോസസ്സൊക്കെ നടക്കുമ്പോൾ ഇതേപോലത്തെ കയറിയൊക്കെ വരാനുള്ള സാധ്യതകൾ ഒഴിവാക്കാനാണ്. എന്നിട്ട് അതുവഴി ട്രിപ്പ് ആവാനുള്ള സാധ്യതകൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആ ടൈപ്പ് സാധനം യൂസ് ചെയ്യണം. ഈ പറഞ്ഞ മോഡലിലുള്ള ടൈപ്പ് B മോഡലുകൾ യൂസ് ചെയ്യണം. Residual smooth direct current whether suddenly applied or solely increased independent of the polarity. സ്മൂത്ത് ആയിട്ടുള്ള ഡയറക്റ്റ് കറണ്ട് ഇൻക്രീസ് ആവുന്ന ഒരു അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ടൈപ്പ് സാധനം ഉപയോഗിച്ചില്ലെങ്കിൽ ചുമ്മാ ട്രിപ്പായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ആ സിമ്പിൾസ് ഇങ്ങനെയൊക്കെയാണ് എല്ലാം ആഡ് ഓൺ ചെയ്യുന്നത്. അതിൻ്റെ യൂസ് ജനറലായിട്ട് എഴുതിയിട്ടുണ്ട്, എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് വിത്തൗട്ട് ഇലക്ട്രോണിക് കോമ്പൗണ്ട്സ്. അതിലാണ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഹീറ്റർ, ഓവൻ, ഇലക്ട്രിക് ഷവർ, ലൈറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്ത ടങ്സ്റ്റൺ, ആലോജൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടൈപ്പ് AC യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ജനറലി നമ്മളുടെ ഇതിൽ വരുന്ന ടൈപ്പ് AC ആണ്. ഇനി ടൈപ്പ് Aയിൽ ഇലക്ട്രോണിക് കോമ്പോണൻസ് ഉള്ള ടൈപ്പ്, ഇപ്പോൾ USB സോക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ, IT ബിൽഡിങ്സ് ഒക്കെ, മൾട്ടിമീഡിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വാഷിംഗ് മെഷീൻ ഫ്രീക്വൻസി കൺട്രോൾ അല്ലാത്ത ടൈപ്പും, പിന്നെ ലൈറ്റ് ഡിമ്മർ, ഇതൊക്കെ ഉള്ള ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള LED ഡ്രൈവേഴ്സ്, ഇൻഡക്ഷൻ ഹോബുകൾ, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ടൈപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലത്. ഈ ടൈപ്പ് ACയിൽ ടൈപ്പ് A യൂസ് ചെയ്താൽ ബെറ്റർ ഔട്ട്പുട്ട് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വൈസ് ഒക്കെ ഉള്ള ഇമ്പാക്റ്റുകൾ വേറെ ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ അടുത്ത ടൈപ്പ് F ആണ്. അപ്പോൾ ഫ്രീക്വൻസി കൺട്രോൾ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, VFD പോലത്തെ സ്ഥലങ്ങൾ, സിംഗ്രസ് മോട്ടറൊക്കെ ഉള്ള സ്ഥലങ്ങൾ, എയർ കണ്ടീഷനിങ് ഒക്കെ വേരിയബിൾ ഫ്രീക്വൻസി ടൈപ്പൊക്കെ ഉള്ള സർക്യൂട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടൈപ്പ് F ഉപയോഗിക്കണതാണ് നല്ലത്. അപ്പോൾ ടൈപ്പ് F ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ടൈപ്പ് ACയിലും Aയിലും കവർ ചെയ്യുന്ന സാധനങ്ങൾ കവറാവും. അപ്പോൾ ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ഹയർ വെർഷൻസിലേക്ക് പോവാം. ടൈപ്പ് Bയിൽ വരുമ്പോൾ 3 phase ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉള്ള സ്ഥലങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇൻവെർട്ടേഴ്സ്, സ്പീഡ് കൺട്രോളിന് വേണ്ടിയുള്ള ഇൻവെർട്ടർ, UPS, EV ചാർജിങ് വരുന്ന സാധനങ്ങൾ, നമ്മുടെ സോളാറിൻ്റെ ഫോട്ടോവോൾട്ടൈക് സെല്ലുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അവിടെയെല്ലാം പവർ ഇലക്ട്രോണിക് കൺവെർട്ടേഴ്സ്, ഈ ഇൻഡസ്ട്രിയൽ മെഷീൻസിന് ക്രെയിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺവെർട്ടർ സർക്യൂട്ടിനൊക്കെ ടൈപ്പ് B ആണ് നല്ലത്. അപ്പോൾ ടൈപ്പ് B ഉപയോഗിച്ചാൽ ടൈപ്പ് ACയിലും Aയിലും Fയിലും ഉള്ള എല്ലാം കവറാവും. ടൈപ്പ് B പ്ലസ് ഉണ്ട്. അപ്പോൾ ടൈപ്പ് B പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളിനി BS 767 ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് 7671 പ്രകാരം നമുക്കറിയാത്ത പലതരം ഹാർമോണിക് കറണ്ട് എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും കാരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനൊക്കെ ഈ ടൈപ്പ് B പ്ലസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം കവറായി കിട്ടും എന്നുള്ള ഒരു വിശ്വാസമാണ് പൊതുവെ. ഇതിപ്പോൾ ഒരു RCCBയുടെ സിമ്പിൾ ഒരു ഡീറ്റെയിലിംഗ് ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് DFS എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മോഡൽ നമ്പറാണ്. 4 പോൾ F എന്ന് പറഞ്ഞ അതുകൂടാതെ F എന്ന് പറഞ്ഞ ഇതിൻ്റെ ടൈപ്പ് F മീൻ ചെയ്തേക്കുന്നതാണ്. പോരാതെ തന്നെ അവിടെ അതിൻ്റെ സിമ്പിൾ ഈ ഒരു ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആംബിയർ റേറ്റിംഗ് കാണിച്ചിട്ടുണ്ട് 0.03, അത് 30 mA എന്നാണ് അതിൻ്റെ മീനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു. വേറൊരു RCCB ആണ് BCHൻ്റെ. അതുകൊണ്ട് അത് ടൈപ്പ് A എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ AC സിമ്പിൾ. അപ്പോൾ ഈ സിമ്പിൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ മില്ലി ആംബേഴ്സ് കൊടുത്തിട്ടുണ്ട്. 500 mA ആണ്, 30 mA ആണ് അതിൻ്റെ ഡെൽറ്റ N എന്ന് പറഞ്ഞാൽ 30 mA ആണ് അതിൻ്റെ വരുന്നത്. 25 ആംബിയറിൻ്റെ സാധനമാണ്.